ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഇത്തവണ മലയാളത്തിന് മതിയായ പ്രാതിനിധ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിന് ജൂറി ചെയർമാൻ പ്രിയദർശന്റെ സാന്നിധ്യം കൂടി വലിയൊരു ഘടകമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ശ്രീ പ്രിയദർശൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, എങ്ങനെയാണ് മലയാളത്തിന് മികച്ചൊരു പ്രാതിനിധ്യം തന്നെ ഇത്തവണ കിട്ടിയിട്ടുണ്ട്? മലയാള ചിത്രങ്ങളുടെ ഒരു മികവിനെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ബംഗാളി ആൻഡ് മറാഠി സിനിമകളാണ് ഈ നാഷണൽ അവാർഡിൽ ഇത്തവണ ഡോമിനേറ്റ് ചെയ്തത്. അത് ഒരുപാട് ന്യൂ ഫിലിം മേക്കേഴ്സും പുതിയ അറ്റംപ്റ്റുകളും ഉണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും മലയാള സിനിമയാണ് സൗത്ത് ഇന്ത്യയിൽ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയത് മലയാള സിനിമയ്ക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജുകൾ അല്പം നിരാശാജനകമായിരുന്നു. സുരഭി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അവരുടെ പ്രകടനത്തെ വിലയിരുത്തുന്നത്? ഒപ്പം അവർക്കൊപ്പം അവസാന പട്ടികയിൽ മറ്റേതൊക്കെ നടിമാരുണ്ടായി? സുരഭിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറാഠി നടി മാത്രമാണ് ഒരു ചെറിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ജൂറി ഒരാൾ പോലും ഹെസിറ്റേറ്റ് ചെയ്യാതെ വോട്ട് ചെയ്തതാണ് സുരഭിക്ക് വേണ്ടി. കാര്യം വെച്ചാൽ സുരഭി ആ സിനിമയിൽ, അതായത് മിന്നാമിനുങ്ങുന്ന സിനിമ കാണുമ്പോൾ ഒരാളെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. സുരഭി എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടർ, അത് അവർ പല ഇമോഷൻസും ആ സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി അതിനകത്ത് അവരുടെ ബോഡി ലാംഗ്വേജ്, നടക്കുന്ന രീതി, സാധാരണക്കാരിയായ ഒരു ഇന്ത്യൻ യുവതിയുടെ റെപ്രസെൻറ്റേഷനാണത്. കഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ റെപ്രസെൻറ്റേഷനാണ് അത്. വളരെ ബ്യൂട്ടിഫുൾ, അതായത് മെലോ ഡ്രാമാറ്റിക് ആവുന്ന പല സിറ്റുവേഷൻസും അവർ വളരെ തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ പുലിമുരുകൻ തിരിച്ചു വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ആദ്യമായിട്ടാണ് ഈ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ടൊരു അവാർഡ് ഏർപ്പെടുത്തിയത് ഈ സിനിമയിലെ സ്റ്റണ്ടുകാർക്ക്. അത് സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാര്യം വെച്ചാൽ 63 വർഷമായിട്ട് നമ്മുടെ സിനിമയിൽ സ്റ്റണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് സ്റ്റണ്ട് എന്ന് പറയുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഒരു സെക്ഷനെ അംഗീകരിക്കാതെ കിടന്ന് ആദ്യമായിട്ട് അംഗീകരിച്ചതാണ്. അതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നാമത്തെ കാര്യം, അതിനകത്ത് അധികം ഡ്യൂപ്ലിക്കേറ്റ്സുകളൊന്നും ഇല്ലാതെ നായകനൊക്കെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചെടുത്തു എന്നുള്ള ഒരു ക്രെഡിറ്റാണ് ഏറ്റവും കൂടുതൽ പീറ്റർ ഹെയ്നിന് ഉള്ളത്. സോ അതുകൊണ്ട് ബാക്കി സിനിമകൾ, ആക്ഷൻ സിനിമകൾ, അതുകൊണ്ട് തിരിച്ചു വിളിച്ച ആ സിനിമ റീജിയണൽ ജൂറി സെലക്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വിളിച്ചാണ് ആ സിനിമ. ഈ മോഹൻലാലിന് പ്രത്യേക ജൂറി പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പ്രമുഖ നടൻ, മികച്ച നടൻ എന്നുള്ള പരിഗണിക്കപ്പെട്ടിരുന്നോ? അതുകൊണ്ടാണോ പ്രത്യേക ജൂറി പുരസ്കാരം? അതെ, ഒരു പരിഗണിക്കപ്പെട്ട 3 പേരിലുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ 3 തെലുങ്കും മലയാളവും 2 സിനിമയിലും അഭിനയിച്ച ഒരേ ഒരു നടനെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ഫൈനൽ റൗണ്ടിലെ ഡിസ്കഷനിൽ വന്നപ്പോൾ ജൂറി എടുത്ത തീരുമാനം ജൂറി അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കണം. ഒരു ഒറ്റ ജൂറി അവാർഡേ ഉള്ളൂ. അവസാനമായിട്ട് മാൻഹോൾ എന്ന് പറയുന്ന ചിത്രമാണ് കേരളത്തിൽ പുരസ്കാരത്തിന് പരിഗണിച്ചത്. പിന്നെ വിനായകന്റെ പേരും പരിഗണിക്കപ്പെട്ടതായുള്ള വാർത്തകളൊക്കെ ഉണ്ട്. എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം? അതായത് വിനായകനെ തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റിൽ വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇതിലായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും മനോജ് ജോഷിയുടെ പെർഫോമൻസിനാണ് കൂടുതൽ വോട്ട് കിട്ടിയത്, മറാഠി ആക്ടർ. അതുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടത്. വിനായകൻ വളരെ അടുത്തടുത്ത് നിന്നാണ് ഫൈനൽ റൗണ്ട് വരയ്ക്കും. മാൻഹോൾ എന്ന് പറഞ്ഞ സിനിമ പരിഗണിക്കുന്ന കാര്യം വെച്ചാൽ അതിനെക്കാട്ടിലും പവർഫുള്ളായിട്ടുള്ള ബംഗാളി മറാഠി സിനിമകൾ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്വാളിറ്റി വൈസിലും കണ്ടന്റ് വൈസിലും ഒരു കോമ്പറ്റേറ്റീവായിട്ടുള്ള മറ്റ് ലാംഗ്വേജ് സിനിമകൾ ഉണ്ടായതുകൊണ്ടാണ് അത് പരിഗണിക്കുക. മാൻഹോളിനെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്തതാണ്. പക്ഷേ ഫൈനൽ റൗണ്ടിൽ അത് പരിഗണിക്കാൻ പറ്റിയില്ല. പരിഗണിച്ച ചിത്രങ്ങളിൽ മലയാളത്തിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ജൂറി അധ്യക്ഷൻ പ്രിയദർശൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.